കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനം അറിയിച്ചു കൊള്ളുന്നു. വെയിൽ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ട്, മഴ വന്നാൽ അതിലും ബുദ്ധിമുട്ട്, തണുപ്പ് വന്നാൽ അതിലും ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജീവിതകാലത്ത് ഈ മൂന്ന് കാലാവസ്ഥയും നമ്മുടെ ജീവിതത്തിലുണ്ട്. മഴയുടെ കാലം വന്നാൽ പറയും മഴയായതുകൊണ്ട് വരാൻ പറ്റിയില്ല. വെയിൽ വന്നാൽ പറയും അമിതമായ ചൂട് കൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ ഉഷ്ണവും ഇത് കഴിഞ്ഞാൽ ശീതോഷ്ണവും. ശീതോഷ്ണമാണ് ഇപ്പം നമ്മെ പിടിച്ചിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിലൂടെ കഴിഞ്ഞാൽ പറയും രോഗം വന്നാൽ പറയും രോഗമായതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ സാധ്യമല്ലാതെ കിടക്കയിലാണ്, കാല് പോകുന്നില്ല, കൈ പോകുന്നില്ല, ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് തമ്പുരാനെ പോഴം കളിപ്പിക്കുന്നതായ ഒരവസ്ഥയാണുള്ളത്. തമ്പുരാനെ കളിപ്പിക്കുന്നതായ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുള്ളതുകൊണ്ട് നമ്മളെന്നും ഈ കുശവൻ്റെ പണിസ്ഥലത്തേക്ക് പോയാൽ കുശവൻ എന്നും മണ്ണ് കുഴച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ് കൂടുതലും. അവൻ ഓരോ കളിമണ്ണ് കൊണ്ട് ഓരോ പാത്രങ്ങളുണ്ടാക്കും. ശരിയല്ല, നിങ്ങളുടെ അത് വീണ്ടും തട്ടി കുളയ്ക്കും. ഞാൻ പലപ്പോഴും മുടപ്പല്ലൂർ ഈ കൊശമേടെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ ചുറ്റുപാടുകളിൽ ഏറ്റവും കൊശമേട് അവിടെ ആണെന്നാണ് എനിക്ക് തോന്നുന്ന. കരവും ചട്ടിയൊക്കെ ഉണ്ടാക്കുന്നത്. അവൻ പലപ്പോഴും പലതരത്തിലുള്ളതായ ഉപകരണങ്ങൾ ഉണ്ടാക്കും. കുടം, പാത്രങ്ങൾ, ചട്ടികൾ, കളിവസ്തുക്കൾ ഇതൊക്കെ ഉണ്ടാക്കും. ശരിയല്ലാതെ വന്നാൽ അവൻ അതിനെ തട്ടി ഉടയ്ക്കും. അവൻ്റെ ഒരു വടി പോലത്തെ സാധനമുണ്ട്. അതുകൊണ്ട് അവൻ തല്ലി ഉടച്ചിട്ട് വീണ്ടും ആ മണ്ണിനെ ഇട്ട് വീണ്ടും കുഴയ്ക്കും. കുശവൻ്റെ കയ്യിലെ മണ്ണ് പോലെ ഉടയ്ക്കലും വാർക്കലും എടുക്കലും ആണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ രീതിയിലായതുകൊണ്ട് നമ്മൾ ഷേപ്പില്ലാത്ത രീതിയിൽ, കുശവൻ്റെ കയ്യിൽ ഷേപ്പില്ലാതെ വന്നാൽ ഷേപ്പ് ഉടയ്ക്കുവാൻ, നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ പലപ്പോഴും അവർ ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ കയ്യിൽ ഇതേപോലെയാണ്. നമ്മളെപ്പോഴും കുശവൻ്റെ കയ്യിലെ പോലെ ചാടിക്കളിച്ച് ഓടി നടന്ന് പലവിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമുക്കുണ്ടാകണം. നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിപ്പാൻ പലപ്പോഴും നമുക്ക് വിഷമമാണ്. നമുക്ക് എത്രമാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവം നമ്മെ സംബന്ധിച്ച് നല്ല കാര്യങ്ങളൊക്കെയാണ് ചിന്തിച്ചിരിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് ദൈവത്തിന് പ്രയോജനമുള്ളവനായിട്ട് വാർത്തെടുക്കുവാൻ തക്കവണ്ണം, നമ്മളെ വിവിധ തരത്തിൽ വാർത്തെടുക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ദൈവത്തിൻ്റെ അച്ചുകളിൽ കൂടെ, ദൈവത്തിൻ്റെ ഡൈയിൽ കൂടെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ സാധിക്കൂ. ദൈവത്തിൻ്റെ അച്ചിൽ കൂടെ നമുക്ക് കടന്നു പോകാൻ പലപ്പോഴും വിഷമമാണ്. നമ്മളെപ്പോഴും ഈ ശരിയായിട്ടുള്ള അഭ്യാസി, ജിംനേഷ്യത്തിൽ പോകുന്നവൻ വളയത്തിൽ കൂടെ ചാടി അതിൻ്റെ രീതി മാത്രമാണ് കടന്നു പോകുന്നത്. കൊച്ചുവെളി പോകുന്നു. അപ്പം വളയത്തിൽ കൂടെ പോയാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പ്, ശരീരത്തിൻ്റെ രൂപാന്തരം നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ പറയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവിധ തരത്തിലുള്ളതായ കാലാവസ്ഥ, മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 2-3 കുട വാങ്ങണമെന്ന് പലപ്പോഴും ചിന്തിച്ച് ടൗണിൽ പോയാൽ കടയിലൊന്നും കുട കാണാറില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ്. അപ്പം കുടയുടെ കാലം മഴക്കാലം വന്നാൽ മാത്രമേ കുട ധാരാളമായിട്ട് കടയിൽ കെട്ടി തൂക്കിയിടും. എല്ലാവർക്കും പോകുമ്പോൾ കാണാം. ഇത് വല്ലപ്പോഴും ഒരു മഴ പെയ്താൽ നമുക്ക് കിട്ടില്ല. വെയിൽക്കാലത്താണെങ്കിൽ പണ്ട് കുട പിടിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന. കുളത്തിൽ പോയി വെള്ളത്തിൽ മുക്കും, എന്നിട്ട് യാത്ര ചെയ്യുക. അപ്പം നല്ല AC വണ്ടിയിൽ പോകുന്നതിനുള്ള പ്രതീതി ഉണ്ടാകുമെന്ന്. അപ്പം ഇങ്ങനെയുള്ള ഓരോ കാലയളവിലുമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമുക്ക് ഉപാധികൾ, ന്യായങ്ങൾ, അവസ്ഥകളൊക്കെ പറയാൻ സാധിക്കും.
പോയി പറ്റിയില്ല. അത് സ്വാഭാവികമാണ്. മുടന്തൻ ന്യായങ്ങളാണ്. പലപ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ മാത്രം അത് പറയാൻ പറ്റും. നമ്മുടെ ഒരു കാര്യവും നമ്മൾ ആരും മുടക്കാറില്ല. ഇവിടെ നമ്മുടെ അടുത്തൊക്കെ പിള്ളേരൊക്കെ സ്കൂളിൽ കൂടാൻ പോകുന്നുണ്ട്. രാവിലെ പൊടി കുഞ്ഞുങ്ങളെ അടക്കം 4 വയസ്സായാലും കൂടെ തള്ളി വിടും. അമ്മ കൊണ്ടുവന്ന് 1 or 2 സഞ്ചി പാത്രമൊക്കെ തൂക്കിക്കൊണ്ടുവന്ന് ഓട്ടോയിൽ കയറ്റി വിടും, ബസ്സിൽ കയറ്റി വിടും. കുഞ്ഞുങ്ങളെ കറക്റ്റ് ടൈമിന് നമ്മൾ കയറ്റി വിടും. അതേപോലെ ജോലിക്കാർ കറക്റ്റ് നേരത്തെ പറയുമായിരുന്നു, ഈ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ലേറ്റ് വന്നാലും ലേറ്റ് മാർക്ക് കിട്ടാൻ മതി, 4 മാർക്കോ 5 ലേറ്റോ വന്നാൽ ഒരു ആബ്സെൻറ്റ് പോലെയൊക്കെ വരുമെന്ന് പറയുവാൻ. അവർ കറക്റ്റ് ടൈമിന് ഫങ്ഷൻ അവർ പോകും. കല്യാണത്തിന് മാത്രം അതിന് പോകുന്ന കുറച്ച് ലേറ്റായിട്ട് പോകും. കാരണം അവിടുത്തെ ചൊലുത്തും വർത്തമാനവും ഇതൊന്നും കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. ചാപ്പാടിൻ്റെ ടൈമിനാകുമ്പോഴത്തേക്ക് എല്ലാവരും ഓടിച്ചാൽ വെളിയിൽ നിന്ന് ഇറങ്ങും, ഹലോ പറയും, ചാപ്പാട് സ്ഥലത്തേക്ക് പോകും, ചാപ്പാട് കഴിയും, എല്ലാവരും അത് കഴിഞ്ഞതിന് ശേഷം വർത്തമാനം പറയും. ദൈവസന്നിധിയിൽ വരുവാൻ നമുക്കെപ്പോഴും മടിയാണ്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, കുശവന് എപ്പോഴും ഇട്ട് ചവിട്ടുന്ന പോലെ തന്നെ നമ്മുടെ ഹൃദയത്തെയും മനസ്സെയും നമ്മുടെ ശരീരത്തെയും നമ്മളതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ തൊഴിലുകൾ വിട്ട് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ വരാൻ താല്പര്യമില്ല. നമ്മൾ അത്യാവശ്യങ്ങൾ വിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ വരുവാൻ സാധിക്കില്ല. കാരണം വന്നാലും വന്നില്ലെങ്കിലും കർത്താവ് ഇത്രയോ നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് ഹന്നയെ പോലെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹമില്ല. 2 കാശ് വിധവയെ പോലെ കുത്തിയിരിക്കണമെന്ന് ആഗ്രഹമില്ല. ദൈവസന്നിധിയിൽ നിന്ന് നമുക്കൊന്നും പ്രാർത്ഥിച്ച് വാങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വരണ്ട. വേണമെങ്കിൽ പോകാം, വേണമെങ്കിൽ വരാം. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നിരന്തരം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നേ മതിയാവും. ഇന്ന് വായിച്ചതായ ഉൽപ്പത്തി പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ ഞാൻ സാറാ നിന്ന് ചിരിച്ചു എന്ന് പറഞ്ഞു. ദൈവദൂതൻ വന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ സാറാ ചിരിച്ചു. പിന്നെ രണ്ടാമത് പോയി ഭർത്താവിനോട് പറയുന്ന സമയത്ത് ഒളിഞ്ഞു നിന്ന് കേട്ട് ചിരിച്ചു. ഡയറക്റ്റായിട്ട് നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ എന്ത് ദൈവം നമ്മളോട് സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ് നമ്മെ സംബന്ധിച്ച്, ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം വേദപുസ്തകം വായിച്ചാൽ മാത്രമേ ഉള്ളൂ. 2 അപ്പച്ചന്മാർ ഇവിടെ നിന്ന് പറയാറുണ്ട്, വലിയ വലിയ അക്ഷരമുള്ള പുസ്തകം വേണമെന്ന്. എപ്പോഴും അവർക്ക് പുസ്തകം ഇതുവരെ കിട്ടിയിട്ടില്ല. ആ പുസ്തകം ഇന്ന് വിൽസനച്ചാൻ ഇവിടെ നിന്ന് വായിക്കുമ്പോൾ എനിക്കത് മനസ്സിലായി. നന്നായി വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളിന് അവരവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പുസ്തകം കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വേദപുസ്തകം വായിക്കാറില്ല. ചോദിച്ചാൽ പറയും മൊബൈലിനകത്തെടുത്ത് കിറക്കും. മൊബൈൽ കിറക്കിയാലും പുസ്തകം അവർ വായിച്ച് കറക്റ്റ് അതിൻ്റെ കണ്ടിന്യൂറ്റി, ആ കണ്ടിന്യൂഷൻ അവർ വായിക്കുന്നില്ല. കാരണം മൊബൈലിൽ നോക്കിയാൽ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള വായന കിട്ടില്ല. വേദപുസ്തകത്തിൽ പുസ്തകമെടുത്ത് A to Z വരെയുള്ളതായ പുസ്തകങ്ങൾ, പേജുകൾ വായിക്കുമ്പോൾ വായിക്കാനുള്ള താല്പര്യമില്ല. നോവലെടുത്ത് വായിച്ചാലും അതുപോലെ തന്നെ, ചെറുകഥകളെടുത്ത് വായിച്ചാലും അത് തന്നെ, പദ്യവും ഗദ്യവും എടുത്ത് വായിക്കുമ്പോഴും അത് തന്നെ. വായിക്കാനുള്ള അണ്ടർസ്റ്റാൻഡിങ്, ചിന്താഗതി വരും. എനിക്ക് വായിക്കണം. ആ ക്യൂരിയോസിറ്റി, എഴുത്തുകാരൻ കൊടുക്കുന്ന ക്യൂരിയോസിറ്റി ബാക്കി എന്താണ്. ദൈവവചനം വീട്ടിൽ വായിച്ചാൽ മാത്രമേ ആരാധനയ്ക്ക് വരുമ്പോൾ ചിന്തിക്കുവാനും വായിക്കുവാനും കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും സാധിക്കും. സാർ പറഞ്ഞ യുത്തിക്കോസിൻ്റെ ഒരു ഉദാഹരണം. യുത്തിക്കോസ് ജനലിൽ കൂടെ പുറത്ത് വീണു. ജനലിൽ കൂടെ പുറത്ത് വീണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനലുകളിലൊക്കെ അഴികളുള്ളതുകൊണ്ട് പുറത്ത് വീഴില്ല. പഴയകാലത്ത് പടിവാതിക്കൽ നിന്ന് വായിക്കുന്നു, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണുന്നു, ജനലുകൾ നിന്ന് വായിച്ചു, പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ആ വാതിൽ നിന്നാണ്. സന്ധ്യാസമയത്ത് സാർ പറഞ്ഞ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനോടെ പറഞ്ഞുകൊള്ളട്ടെ. ഇസ്രായേലിൻ്റെ രീതികളെ വയ്യ വേളയിൽ അതിനോടനുബന്ധിച്ച് അവർക്ക് സപ്പറുണ്ട്. കർത്താവിൻ്റെ മേശയുടെ സംബന്ധിച്ചുള്ള ആ സപ്പറിൻ്റെ കാര്യം പറയുന്നു.
ആ സപ്പറ് വയ്യ വേളയിൽ അവർ അത്താഴം കഴിഞ്ഞു, സാധാരണ ആഹാരം. അതേപോലെ തിരുവത്താഴത്തിന് വരുമ്പോഴും രാവിലെ നമ്മൾ കൂടി വരുന്ന അവരവരുടെ ആചാര രീതികൾ അതായിരിക്കാം. കാരണം ഏറ്റവും തണുപ്പുള്ള പ്രദേശമായതുകൊണ്ടായിരിക്കാം. ഏതായാലും യുത്തിക്കോസ് അവിടെ നിന്ന് വീണു. സന്ധ്യാസമയത്തായിരിക്കാം എന്ന അനുമാനം. പൗലോസ് പ്രസംഗിച്ചു, പത്രോസ് പ്രസംഗിച്ചു, ഇവരൊക്കെ പ്രസംഗിക്കുന്നത് വൈകുന്നേരം വേളകൾ. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും പഠിക്കുവാനും വായിക്കുവാനും ബറോവയിലെ ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരുന്നു, പരിശോധിച്ചുകൊണ്ടിരുന്നു, ശരിയോ തെറ്റോ. ധാരാളം. കാരണം അന്നും എനിക്ക് തോന്നുന്ന ഈ ദുരുപദേശക്കാർ കാണും സഭയിൽ. അതുകൊണ്ടായിരിക്കും അത് ശരിയാണോ എന്ന് ചിന്തിക്കുവാൻ്റെ കാരണം പരസ്പരം അവർ ചിന്തിച്ചു. അത് കറക്റ്റാണെന്ന് അവർ മനസ്സിലാക്കി ദൈവവചനം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. നമുക്ക് പലപ്പോഴും ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് ഞാൻ പറഞ്ഞ പോലെ വായനാശീലം ഉണ്ടെങ്കിൽ മാത്രമേയോ വായിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിപ്പാനും സാധിക്കൂ. നമുക്ക് വായിക്കാൻ സാധിക്കും. കാരണം ബന്ധപ്പാടാണ്, ജീവിതം മുഴുവനും ബന്ധപ്പാടാണ്. സ്ത്രീകൾക്ക്, സഹോദരിമാർക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അവിടെ ഞാൻ പറഞ്ഞു പിള്ളേരെ സ്കൂളിൽ വിടണം. ഇപ്പോൾ ഈ കുറച്ച് 2 മാസം മാത്രമേ സ്കൂളിൽ വിടുന്ന പരിപാടിയുള്ളൂ. അപ്പം മറ്റുള്ളതായ പരിപാടികളാണ്. വായിച്ച് അമ്മമാരാണെങ്കിലും അപ്പച്ചന്മാരാണെങ്കിലും വാർദ്ധക്യത്തിരിക്കുന്നവരാണെങ്കിലും വായനാശീലം നിർബന്ധമായിട്ട് ഉണ്ടെങ്കിൽ വായിക്കുവാൻ, ഗ്രഹിക്കുവാൻ, ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കും. വായിക്കുന്നവനോ ചിന്തിക്കാൻ സാധിക്കൂ, ചിന്തിക്കുന്നവനോ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. അപ്പം വായനാശീലം കുറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നില്ല. ദേവാലയത്തിൽ പോയി പഠിക്കുവാനോ സഭയിൽ പോയി പഠിക്കുവാനോ ചിന്തിക്കുവാനോ പ്രാർത്ഥനയ്ക്ക് പോകാനുള്ള ആ താല്പര്യം നമ്മൾ ഇല്ലാതാകും. അത് ചിന്തിക്കുന്നില്ല. പോകണം, എല്ലാവരും പോകണം. ഞാൻ പലപ്പോഴും എഴുന്നേൽക്കുമ്പോൾ ഇത്തിരി വയ്യാൽ എൻ്റെ വീടിന് തൊട്ടടുത്ത പള്ളിയിലെ പാട്ട് കേട്ടോണ്ടാ, സഹോദരിമാരുടെ നല്ല ഈണത്തിലുള്ള പാട്ട്, നല്ല ഈണമാണ്. അവർ തെറ്റോ ശരിയോ ഉപദേശമോ എന്നല്ല ഞാൻ നോക്കുന്നത്, അവരുടെ നല്ല ട്യൂണിങ് കേട്ട് ഞാൻ എഴുതേക്കും. നേരം എടുത്തല്ലോ, ചടപടാന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും, നമ്മൾക്കത് കേൾക്കുന്നതിന്. അതുകൊണ്ടാണ് അവരുടെ ഈണമുള്ള പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കാം. നമ്മുടെ ഈണവുമില്ല, പാട്ടുമില്ല. പുരുഷന്മാർ ഒരെണ്ണം വായി തുറക്കില്ല, മെല്ലെ വായി തുറക്കും, വരികയില്ല. അയലൊക്കെക്കാരനെ ചീത്ത പറയാനാണെങ്കിലോ ഭാര്യമാരോട് വഴക്കുണ്ടാക്കാനാണെങ്കിലോ ഭർത്താക്കന്മാരോട് വർത്താനം ഉണ്ടാക്കാനാണെങ്കിലും നമ്മളെ വായി ഒക്കെ നന്നായി തുറക്കും. തിരുവചനം പറയുന്നു, നിൻ്റെ വായി എന്താണ്? വിസ്താരത്തിൽ തുറക്കുക. വായു വിസ്താരത്തിൽ തുറക്കാൻ എപ്പോഴാ? ആഹാരം കഴിക്കാൻ നേരത്ത് മാത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നത് മനസ്സിലാക്കുക. ദൈവസന്നിധിയിലാണ് വരുന്നത്. ദൈവവചനം ശ്രദ്ധിക്കുക, ദൈവവചനം വായിക്കുക, ഗ്രഹിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. ഇനി വായിക്കാൻ ഞാൻ പറയാൻ പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു വാക്യത്തെ അസ്ഥാനപ്പെടുത്തിയാണ്. നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇതുവരെ പറഞ്ഞത്. അതിൻ്റെ 17-ാം അധ്യായത്തിൽ 32-ാമത്തെ വാക്യം. വൈകി ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. ധാരാളം ഭാര്യമാരെ ഓർക്കാനുണ്ട്. മിക്കവാറും ടി വിയും ഇത് യൂട്യൂബൊക്കെ തുറന്നാൽ ധാരാളം ഭാര്യമാരെ ഓർക്കും. ഭാര്യമാരുടെ ചരിത്രങ്ങളും ഭാര്യമാരുടെ പ്രസംഗവും. മുസ്ലിം സമുദായത്തിൽ ധാരാളം സ്ത്രീകൾ വന്ന് പ്രസംഗിക്കാറുണ്ട്. മറ്റുള്ള ഹൈന്ദവ മേഖലയിൽ നിന്ന് അനേകർ വന്ന് പ്രസംഗിക്കാറുണ്ട്. ക്രിസ്ത്യാനികളായിട്ടുള്ള ഒത്തിരി സ്ത്രീകൾ പ്രവാചകന്മാരോ പ്രവാചകന്മാരോ ആയിട്ട് ഭയങ്കര പ്രസംഗം ചെയ്യാറുണ്ട്. ചില കൺവെൻഷനൊക്കെ പോയെന്ന് പറഞ്ഞാൽ കോവൂർ അല്ലേ, ഒരു കോവൂരിൻ്റെ അമ്മ മേരി കോവൂര്, അതേപോലെ പല സ്ത്രീകളും സംസാരിക്കാറുണ്ട്. അവരെക്കുറിച്ചൊന്നും ഓർക്കാൻ വേദപുസ്തകം പറഞ്ഞിട്ടില്ല. സാറയെക്കുറിച്ച് ഓർക്കാനും പറഞ്ഞിട്ടില്ല.
ധാരാളം ആൾക്കാരെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞു. ഇസബേലിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. ഇസബേൽ ആരാണ്? പഴയ നിയമത്തിലെ ഒരു നല്ല ക്യാരക്ടറാണ്. അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇസബേലിനെ ഓർക്കുവാൻ തക്കവണ്ണം ഒന്നുകിൽ നല്ലത് കാണണം, അല്ലെങ്കിൽ മോശമായിട്ട് കാണണം. കർത്താവ് പറയുന്നു, എന്നെ ഓർത്തുകൊള്ളുക. കർത്താവിനെ ഓർക്കണമെങ്കിൽ കർത്താവ് ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കും. ലോത്തിന്റെ ഭാര്യയെ ഓർക്കണമെങ്കിൽ ലോത്തിന്റെ ഭാര്യ വലിയ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആയിട്ട് ഇന്നുമുണ്ട്. ചരിത്ര സംഭവമായ ഒരു കാര്യമാണ്. 19-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ ലോത്തിനെ സംബന്ധിച്ച് ഉള്ള കാര്യം. ലോത്ത് അബ്രാഹാമിൻ്റെ സഹോദരപുത്രനാകുന്നു. 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നു ലോത്തിൻ്റെ പിതാവിൻ്റെ പേരൊക്കെ. അബ്രാഹാമും ലോത്തും തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്തു. അവർ വേറെ നാട്ടിലേക്ക് പോവാണ്. കാരണം അബ്രാഹാമിനൊരു വെളിപ്പാടുണ്ടായി. അബ്രാഹാം ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവം അബ്രാഹാമിനെ കുറിച്ച് അറിയുന്നവനുമായിരുന്നത് കൊണ്ടാണ് അബ്രാഹാം അവിടെ നിന്ന് പുറപ്പെട്ടത്. വിഗ്രഹങ്ങളെ വിറ്റ്, നമുക്കറിയാം ഈ തെരുവീതികളിൽ ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാര്യമായിട്ടില്ല. പാലക്കാട് സുൽത്താൻപേട്ട ആ ഭാഗങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടി ദൈവങ്ങളെ ഉണ്ടാക്കി അവിടെ നല്ല കളറൊക്കെ കൊടുത്ത് വഴിയറമ്പിൽ വിൽക്കും ദൈവങ്ങൾ. അതിനെ കൊണ്ടുവന്ന ആൾക്കാർ കൊണ്ടുവന്ന് വീടുകളിൽ വെക്കാറുണ്ട്. ഈ വിൽക്കുന്ന പണിയായിരുന്നു തേരഹിനും തേരഹിൻ്റെ മക്കൾക്കും ഒക്കെ. തേരഹ് അബ്രഹാം ഇതൊക്കെ വിറ്റ് പൊറുതിമുട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫെഡപ്പായി 10 പേര് 10 അഭിപ്രായം പറയും. ഓരോ വിഗ്രഹത്തെ വിൽക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ അബ്രഹാം അവിടെ നിന്ന് അബ്രഹാമും ലോത്ത് സഹോദരപുത്രന് ഇവർ രണ്ടുപേരും കൂടെ യാത്ര ചെയ്തു. അവർ യാത്ര ചെയ്ത് വേറെ സ്ഥലത്തെത്തി. അവിടെ 19-ാം അധ്യായത്തിൽ പറയുന്നു അവർ ചെന്നതായ സ്ഥലത്തെ സംബന്ധിച്ച് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. മമ്രയുടെ തോപ്പ്, ആ ഭാഗത്ത്, തോപ്പെന്ന് പറഞ്ഞാൽ ഗാർഡൻ, ആ പ്രദേശത്ത് നിന്ന് ഇവരെ അങ്ങോട്ട് മാറി സോദോം ഗോമോരയുടെ പ്രദേശത്തേക്ക് കടന്നു. അബ്രഹാമും അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തും അബ്രഹാം കുടുംബമായിട്ട് അബ്രഹാമിൻ്റെ മക്കളും അവിടെ പ്രത്യേകിച്ച് പറയുന്നു. അബ്രഹാമിന് ദാസിദാസന്മാരുണ്ടായിരുന്നു, അവരിൽ കുഞ്ഞുങ്ങളുണ്ടായി. അവരുമായിട്ടാണ് അബ്രഹാം സോദോം ഗോമോരയുടെ പ്രദേശത്തേക്ക് വന്നു. സോദോം ഗോമോരയുടെ പ്രദേശത്ത് വന്ന സമയത്ത് നല്ല പ്രദേശം കണ്ടു. സോദോം ഗോമോര എത്തുന്നതിന് മുമ്പ് അബ്രഹാമും ലോത്തിനോട് പറഞ്ഞു, കാരണം അവരുടെ ഇടയിലൊക്കെ, കാരണം കന്നുകാലികളും ആടും എല്ലാ വളർത്തു മൃഗങ്ങളുമായിട്ട് ജീവിക്കുന്നവരായിരുന്നു. അവരുടെ മാറ്റം വന്നു. നീ അങ്ങോട്ട് പോയിക്കോ, നിനക്ക് എവിടെ ഇഷ്ടം നീ പോയിക്കോ. ലോത്ത് സോദോം ഗോമോരയുടെ പ്രദേശത്തേക്ക് തിരഞ്ഞെടുത്തു, യാത്ര പോയി. ആ പ്രദേശം നീരുറവയുള്ളതെന്ന് കണ്ടു. ആ പ്രദേശങ്ങൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ യുദ്ധം നടക്കുന്നതായ പാകിസ്ഥാൻ്റെ വിവിധ ഭാഗങ്ങളിൽ നോക്കുവാണെങ്കിൽ മഞ്ഞുമലകൾ പോലെ, ഈ മരുഭൂമി പോലെ ഉള്ളതായ സ്ഥലമായിരുന്നു. നമ്മുടെ ഈ നാട് പോലെയുള്ള സ്ഥലമല്ലായിരുന്നു. അതുകൊണ്ട് ലോത്ത് ദൂരക്കാഴ്ചയുള്ളവനായിട്ട് അവൻ കന്നുകാലികളെ വളർത്തി സമ്പാദിക്കാൻ തക്കോണം അവനങ്ങോട്ട് പോയി. പക്ഷേ അവൻ പോയി പെട്ടത് ജാതികളുടെ ഇടയിൽ മോശമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലായിരുന്നു പോയത്. അബ്രഹാം അതിന് മറ്റുള്ള എതിർദിശയിലേക്ക് പോയി. അവിടെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടെങ്കിലും അബ്രഹാം ദൈവഭക്തനായ അബ്രഹാമായിരുന്നു. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വിളിയോടുകൂടി യാത്ര ചെയ്യാൻ. 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. ആ കാണിപ്പാനിരിക്കുന്ന ദേശം അബ്രഹാമിന് ദൈവം കൊടുക്കുന്നു. രണ്ടുപേരും പോയി. രണ്ടുപേരും വലിയ ശക്തികളായിട്ട് അവിടെ വളർന്നു വന്നു. ലോത്ത് സമ്പാദിക്കണമെന്നുള്ള വലിയ ലക്ഷ്യത്തിൽ വന്നു അബ്രഹാം ഉണ്ടെങ്കിലും. പക്ഷേ ഈ ലോത്തിനെ കുറിച്ച്, തൻ്റെ സഹോദരപുത്രനെ കുറിച്ച് എപ്പോഴും ഒരു ശ്രദ്ധയുള്ളവനായിരുന്നു അബ്രഹാം. ലോത്ത് പോയി അവിടെ സമ്പാദിച്ചു.
ഇവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇവരുമായിട്ട് ഇണ ചേരുന്നതായ ഒരവസ്ഥയാണ്. നമുക്കറിയാം, നമ്മൾ ഈ നാട്ടിൽ വന്നു നമ്മൾ എത്ര വലിയ ദൈവഭക്തനാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് അയൽവാസികളുമായിട്ടോ മറ്റുള്ള വിവിധ തരത്തിലുള്ളതായ ജാതികളുമായിട്ട് ബന്ധപ്പെടാതെ ജീവിക്കാൻ സാധ്യമല്ല. അബ്രഹാം അങ്ങനെ ജീവിച്ചെങ്കിലും അബ്രഹാം ഇവരുമായിട്ട് കലർന്ന് ജീവിച്ച് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അബ്രഹാം പലപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ സ്വന്തം ഭവനത്തിൽ പോയി എൻ്റെ സ്വന്തം നാട്ടിൽ പോയി എൻ്റെ മകനായ ഇസ്ഹാക്കിന് ഒരു പെണ്ണിനെ എടുക്കണം. ഇവരുടെ ഇടയിലെങ്ങനെ നീ മിങ്കിളാകരുത്, ഇവരുമായിട്ട് ചേരരുത്. അതിനാണ് എലിയാസറെ പറഞ്ഞ് അങ്ങോട്ട് വിടുന്നത്. ലോത്ത് അങ്ങനെ ലോത്ത് അവിടെ പോയി സോദോം ഗൊമോരയിൽ പോയി താവളമടിച്ചു, വലിയ ധനികനായി, ആ നാട്ടിലെ പ്രമാണിയായിട്ട് മാറി. ഈ പ്രമാണിത്വ നിമിത്തം എല്ലാ വലിയവരും ചെറിയവരും ഇവിടെ കടന്നു വരും. ഇവരുമായിട്ടുള്ള മിങ്കിളിങ്ങിൽ, ഇവരുമായിട്ടുള്ള അന്വയിച്ചുള്ള ജീവിതത്തിൽ തെറ്റും ശരിയും വിവേചിച്ച് അതിനനുസരിച്ച് ജീവിപ്പാൻ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ വരും. പലപ്പോഴും നാം ചിന്തിക്കുക, ദൈവമക്കളായിട്ടുള്ളവൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാൽ അവൻ അമ്പലത്തിന് പോകണമെങ്കിലും മാലയിടണമെങ്കിലും ഉദ്ഘാടനത്തിന് അവിടെ പോകണം, പെട്ടിക്കട ഉദ്ഘാടനത്തിന് പോകണം, അതേപോലെ മറ്റുള്ളതായ കാര്യത്തിന് പോകണം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന മിക്കവാറുമുള്ള ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരെ, സോക്കാൾഡ് ക്രിസ്ത്യൻസ്, അവരൊന്നും വലിയ നേതാക്കന്മാരായിട്ട് മതപരമായിട്ടുള്ള കാര്യത്തിന് പോയോ അവൻ അവിടെ പോയി അവരുടെ ആഹാരം കഴിക്കണം, അവരുടെ രീതിയിൽ എല്ലാം ബന്ധപ്പെട്ട് പോകണം. ലോത്ത് സോദോം ഗൊമോരയുടെ പ്രദേശത്ത് ചെന്നു, ധനികനായി, അവിടെ ജീവിച്ചു. അതിനുശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് കാണാം. 19-ാം വാക്യം വായിക്കാം. ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്കിലും നിൽക്കരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക എന്ന് പറഞ്ഞു. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കരുണ തോന്നണം. ലോത്തിനെ സോദോം ഗൊമോരയെ ദൈവം നശിപ്പിപ്പാൻ തക്കോണം ആഗ്രഹിച്ചു. സോദോം ഗൊമോരയുടെ പാപം ദൈവത്തിന് സഹിക്കാൻ വയ്യാതായി. യോനയുടെ പുസ്തകം വായിക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളുടെ ഭാവം ഇതേപോലെയായി. ഇത് നമ്മുടെ ദൃഷ്ടി നോക്കുക, നമ്മുടെ നാട്ടിലെ ഭാവം അതേപോലെ തന്നെയാണ്. ഇടം കൈ ചെയ്യുന്ന വലം കൈ അറിയാത്ത രീതിയിലെ പാപത്തിൻ്റെ കാഠിന്യാവസ്ഥ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ പറയാറുണ്ടായി, SKN 26 എന്ന് പറയുന്ന ഇത് നമ്മുടെ ശ്രീകണ്ഠൻ നായർ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ട് വലിയ യുദ്ധം ചെയ്ത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ കാസർഗോഡ് വരെ ചെയ്തു, വീണ്ടും തിരിമുടങ്ങി. അതിനുശേഷം ഏറ്റവും കഞ്ചാവും ഏറ്റവും MMD ഇതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും. എവിടെ നോക്കിയാലും ഇത്. കാരണം നാം മനസ്സിലാക്കണം, ലോകം അധപ്പതിച്ചു, ലോകം മോശമായുള്ള ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോദോം ഗൊമോരയുടെ പാപമാണ് ഇന്ന് നമ്മുടെ നാട്ടിലും കാണുന്നത്. അവർക്ക് ഇടതെന്നു വലതെന്നു പറഞ്ഞുകൂടാ. ലോത്ത് പറയുന്നു, എൻ്റെ മക്കളെ, അവിവാഹിതരായ പെൺമക്കളെ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാൻ, എന്നാലെങ്കിലും ദൈവദൂതനെ വിട്ടിട്ട് നിങ്ങൾ പോകണം. പാപത്തിൻ്റെ കഠോരത്വം മനസ്സിലാക്കിയപ്പോൾ ദൈവം സോദോം ഗൊമോരയെ നശിപ്പിപ്പാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചു. അതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരു കാര്യം മനസ്സിലാക്കണം. അബ്രഹാം തൻ്റെ സഹോദരപുത്രന് വേണ്ടി ദൈവത്തോട് അഭയയാചന ചെയ്തു. 50 പേരുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുമോ ആ പട്ടണത്തെ? ഇല്ല. അവസാനം 10 പേരെ വരെ ചിത്രീകരിച്ചു, ഉണ്ടെങ്കിൽ അവരെ നശിപ്പിക്കില്ല. സോദോം ഗൊമോരയെ നശിപ്പിക്കാൻ ദൈവം ചിന്തിച്ചു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോവുക,
പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്കിൽ നിൽക്കരുത്. ജീവൻ വേണോ, രക്ഷ പ്രാപിക്കണമെങ്കിൽ പുറകോട്ട് പോയി നോക്കരുത്. നമ്മൾ കണ്ടു ലൂക്കോസിന്റെ 17-ാം അധ്യായത്തിൽ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തു കൊടുക്കുക. പുറകോട്ട് നോക്കരുത്, ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകണം. ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്. നമുക്ക് എത്രമാത്രം ഈ പ്രദേശത്ത് നിൽക്കാൻ സാധിക്കുന്നുണ്ട്? ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പുറകോട്ട് നോക്കരുത്. ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്. നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക. അബ്രഹാം ദൈവത്തോട് യാതന കഴിച്ചു. നമുക്കറിയാം, ദൈവദൂതന്മാരൊക്കെ അവിടെ വന്ന് അബ്രഹാം ദൈവദൂതന്മാരെ സൽക്കരിച്ചു. ആ സമയത്താണ് ഈ സംഭാഷണം 19-ാം അധ്യായത്തിൽ വരുമ്പോൾ സാറായ്ക്ക് മകനുണ്ടാകും. അതിനെ സംബന്ധിച്ച് ഉള്ളതായ കാര്യങ്ങളൊക്കെ, ആ ചരിത്രമൊക്കെ നമ്മൾ വീട്ടിൽ പോയി വായിക്കുക. അബ്രഹാമിൻ്റെ യാതന ദൈവത്തോട് തൻ്റെ സഹോദരപുത്രൻ നശിച്ചു പോകരുത്, ദുഷ്ടനോടുകൂടെ ശിഷ്ടനെ നശിപ്പിക്കരുത്, ദൈവത്തിൻ്റെ സിദ്ധാന്തം. ആ സിദ്ധാന്തമനുസരിച്ച് അബ്രഹാം ഇവിടെ ചോദിക്കുന്നു, ദൈവം ചെയ്യുകയില്ല, 50 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ രക്ഷിക്കും. ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല. സോദോം ഗോമോറ വലിയ പട്ടണമായിരുന്നു. ആ സോദോം ഗോമോറയാണ് ദൈവം നശിപ്പിച്ചിട്ട് അതിന്ന് ചാവുകടലായി തീർത്തിരിക്കുകയാണ്. രത്നത്തിൻ്റെയും സ്വർണത്തിൻ്റെയും മറ്റെല്ലാ വിലയേറിയതായ വസ്തുക്കളുണ്ടോ അത് മുഴുവനും സോദോം ഗോമോറയിലായിരുന്നു. വലിയ പട്ടണമായിരുന്നു. അയോഗ്യത, നമ്മൾ പേപ്പറിക്ക് സാധാരണ ദൈവത്തിൻ്റെ സ്വന്തം പട്ടണത്തിൽ അല്ല, സ്വർഗത്തിലെ മറ്റൊരു ഭാഗമാണ് കാശ്മീർ. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടെങ്കിലും അവിടെയുള്ളതായ വഷളന്മാർ, മ്ലേച്ഛന്മാർ, ദുഷ്ടന്മാർ ഇത് മുഴുവനും ദൈവവിരോധികളായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന് വിപരീതമായുള്ള ജീവിതം നയിക്കുന്നത് കൊണ്ട്, ദൈവത്തെ അറിയുവാൻ അവർ താല്പര്യപ്പെടാത്തത് കൊണ്ട് നടക്കണം. പൗലോസ് 20-ാം അധ്യായത്തിൽ അല്ലേ, ഇന്ന് വായിച്ച 20-ാം അധ്യായത്തിൽ നാം കണ്ടു, ഞാൻ വീട് തോറും കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞു, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശം പറഞ്ഞു. ഇനി നിങ്ങളിൽ ആരെങ്കിലും നശിച്ചാൽ ഞാൻ ഉത്തരവാദിയാകുകയില്ല, ഞാൻ കൈ കഴുകി പോകുന്നു എന്ന് പൗലോസ് അവിടെ പറയാൻ കാരണം ലോകം മ്ലേച്ഛതയിൽ പോവുകയാണ്. നമ്മൾ പലപ്പോഴും, ഞാൻ നേരത്തെ പറയാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോ നമ്മുടെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചോ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളല്ലെങ്കിൽ, ഇന്ന് കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇപ്പം 7-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 10-ാം ക്ലാസ് മേലോട്ടുള്ള ക്ലാസ്സുകളിലെ കുട്ടികളാണ് കഞ്ചാവിനും മയക്കുമരുന്നിനും മോശമായ ജീവിതത്തിനും പെടുന്നത്. അതുകൊണ്ടാണ് പഴയ കാലത്ത്, നേരത്തെ സാറ് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, യഹൂദന്മാർക്ക് ആ കാലത്ത് അന്ന് മതപഠനമാണ് ഉണ്ടായിരുന്നത്, സ്കൂൾ പഠനമായിരുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പള്ളിക്കൂടം എന്നുള്ളതായ വാക്ക് വന്നത്. മതപരമായുള്ള കാര്യത്തിൽ യഹൂദന്മാർ തങ്ങളുടെ ആ കുടുംബത്തിലെ അമ്മമാർ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് പക്വതയുള്ളവരാക്കി തീർക്കുക. പൗലൂസിൻ്റെ കാലത്താണ് നാം കാണുന്നത് ന്യായശാസ്ത്രിമാരുടെ ചരിത്രം. സദൂക്യരും ന്യായശാസ്ത്രിമാരും അതേപോലെ തന്നെ പൗലൂസ് പറയുന്നത്, ഞാൻ ഗമാലിയലിൻ്റെ കാൽക്കലിരുന്ന് പഠിച്ചു. ഇന്നത്തെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പോലെയാണ്. ആ പഠിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തിയ എൻ്റെ മാതാപിതാക്കൾ ആവർത്തന പുസ്തകം മുഴുവനും പറയുന്നു, നിങ്ങളുടെ മക്കളോടും അവരുടെ മക്കളോടും അങ്ങനെ തലമുറകളോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഉപദേശങ്ങൾ, ദൈവം കൊടുത്ത ഉപദേശം, അബ്രഹാം മോശയ്ക്കും അഹരോനും മുഖാന്തരം കൊടുത്ത ഉപദേശം കുഞ്ഞുങ്ങൾ പഠിച്ച് ആ ന്യായപ്രമാണം, അതിനാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്, ആ തത്വങ്ങൾ മുഴുവനും പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി കാണിക്കുന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് വിഷമമുണ്ട് കാര്യം, അത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് വിഷമമുണ്ട്. കാരണം നമ്മൾ വളയത്തിൽ കൂടെ ചാടുന്നവരല്ല,
നിയമപ്രകാരം ജീവിക്കുന്നവരും പോകുന്നവരും അല്ലാത്തതുകൊണ്ടാണ് വളയത്തിൽ കൂടെ പോകുന്നവനും മാത്രമേ ശരീരാഭ്യാസം കൊണ്ട് കറക്റ്റായിട്ട് അവൻ്റെ ശരീരത്തെ വളർത്തിയെടുക്കുവാൻ സാധിക്കും. ഓട്ടക്കളത്തിൽ ഓടുന്നവരെ അനേകരെ സംബന്ധിച്ച് അവിടെ പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടണമെങ്കിൽ അവർ വളരെ ശ്രദ്ധാലുക്കളായിട്ട് ഓടിയാൽ മാത്രമേ പറ്റൂ. നമുക്കറിയാം ധാരാളം ഓട്ടക്കാർ ഓട്ടക്കളത്തിൽ ഫെയിലാകാൻ കാരണം നിയമം തെറ്റും, ട്രാക്ക് മാറിപ്പോവും. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ട്രാക്ക് പലപ്പോഴും മാറിപ്പോവാണ്. വിളിച്ചവൻ്റെ വിളിയെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു, ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോവുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങ് നിൽക്കരുത്. പുറകിലേക്ക് നോക്കുന്നത് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളാൻ പറഞ്ഞത്. നമ്മൾ പുറകിലേക്ക് നോക്കിക്കൊണ്ട് മാത്രമേ ഉള്ളൂ. മുൻപോട്ട് നോക്കി പോകുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കി ഓടുമ്പോൾ യേശുവിനെ വേണ്ടി ഓടിയേ മതിയാവും. ലോത്തും ഭാര്യയും അവിടെ നിന്ന് ചാടിപ്പോയി. അവിടെ നിന്ന് ഓടി, സോദോം ഗൊമോറയിൽ നിന്ന് ഓടി, ദൈവദൂതന്മാരെ അവരുടെ കൈക്ക് പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്നു. അവരോട് കൊടുത്ത വാക്യമാണിത്. 19:17 പുറകിലേക്ക് നോക്കാതെ വേണം ഓടുവാൻ. വിളിച്ച് പുറത്ത് കൊണ്ടുവന്നു, പട്ടണത്തിന് പുറത്ത് കൊണ്ടുവന്നു. ലോകത്തിനോട് പറഞ്ഞ വാക്യമാണ്, ഈ പ്രദേശത്ത് നിൽക്കരുത്. നമുക്കറിയാം പലപ്പോഴും നമ്മൾ ഈ ഇവിടെ പൊട്ടുന്ന വേലയ്ക്ക് വെടി പൊട്ടുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് കാണാറുണ്ട്. അങ്ങോട്ട് അടുത്ത് പോകാൻ നമുക്ക് ധൈര്യം വരുന്നില്ല. പുറകിലേക്ക് നോക്കരുത്, പുറകിലേക്ക്. കാരണം ലോത്തിൻ്റെ കുടുംബവും ആ നാട്ടിലെ ധനികരായിരുന്നു, ആ നാട്ടിലെ പ്രമാണിയായിരുന്നു. പ്രമാണി എന്നാണ് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ധനികരായ പ്രമാണിയായിട്ടുള്ളവർ ഇതെല്ലാം ദൈവം ചുട്ടുകളയുവാൻ നിശ്ചയിച്ചു. അബ്രഹാമിനോട് പറഞ്ഞതൊക്കെ ഞാൻ ചുട്ടുകളയാൻ പോവാം, ആകാശത്ത് തീ ഇറങ്ങി കത്തിക്കാൻ പോവാം. ദൈവദൂതന്മാർ വന്ന് ലോത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അത് മനസ്സിലാക്കിയതായ ദുഷ്ടന്മാരായിട്ടുള്ള സോദോം നിവാസികൾ അവരെ ആക്രമിക്കുവാൻ വീട്ടിലേക്ക് തള്ളിക്കയറാൻ തുടങ്ങിയപ്പോൾ സമ്മതിച്ചില്ല. ദൈവദൂതന്മാർ വാതിലടച്ചു. അവർ കണ്ണ് കാണാതെ അവിടെ കുറച്ച് നേരം പരിങ്ങി നടന്നു. അവർ പോയി. പുലർച്ചയ്ക്ക് ദൈവദൂതൻ വന്നു. ലോത്തിനെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ലോത്തിനോട് പറഞ്ഞു, നിന്റെ പെൺമക്കളെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവരുണ്ടെങ്കിൽ അവരുടെ കുടുംബം ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ. അവരാരും വന്നില്ല. ഈ 4 പേര് ഇവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇവരെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് പറഞ്ഞത്, പുറകിലേക്ക് നോക്കരുത്, പുറകിലേക്ക് നോക്കാതെ യാത്ര ചെയ്തു. കൈക്ക് പിടിച്ച് ബലമായിട്ട് പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. എന്നിട്ടും പറഞ്ഞു, പുറകിലേക്ക് നോക്കരുത്. പട്ടണം കഴിഞ്ഞു. പട്ടണത്തിന് പുറത്ത് എത്തുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ വെളിയിൽ പൂർണ്ണമായിട്ടതിന് മുമ്പ് ലോത്തിൻ്റെ ഭാര്യ പുറകിലേക്ക് നോക്കി. നമുക്കറിയാം, നമ്മളുണ്ടാക്കിയ സ്വത്തും മുതലും ഒക്കെ നശിക്കുമ്പോൾ നെഞ്ചത്തടിച്ച് കരയും. എൻ്റെ സമ്പാദ്യം, എൻ്റെ 70 വയസ്സ് 80 വയസ്സ് വരെയുള്ള സമ്പാദ്യം മുഴുവനും കത്തിപ്പോകുന്നല്ലോ, നശിച്ചു പോകുന്നതിനുള്ളതായ സങ്കടം കൊണ്ട് ചെയ്തു. അവസാനം എന്ത് ചെയ്തു? ലോത്തിൻ്റെ ഭാര്യ ഉപ്പ് തൂണായിട്ട് ഭവിച്ചു. ദൈവം സോദോം ഗൊമോറയെ കംപ്ലീറ്റ് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി നശിപ്പിച്ചു. എത്ര മണിക്കൂർ കൊണ്ടാണ് നശിച്ചത്, കത്തിയത്? ഇവരെ അവിടെ നിന്ന് വെളിയിൽ കൊണ്ടുപോയപ്പോഴത്തെ കത്തി നശിച്ചു കഴിഞ്ഞു.
അതിനെ പിൽക്കാലത്ത് ചാവുകടലായിട്ട് നമുക്ക് കാണാം. അതിനകത്ത് ഒരു ജന്തുക്കളും ജീവിക്കുന്നില്ല, ഒരു ജീവജാലങ്ങളും ഇല്ല. അതിനകത്ത് ആരും ഖനനം ചെയ്തൊന്നും കൊണ്ടിരുന്നില്ല. സ്വർണമുണ്ട്, പവിഴപ്പുറ്റുകളെന്നാണ് പറയുന്നത്. അതിനകത്ത് പുറകിലേക്ക് നോക്കരുത് എന്നുള്ള വാക്യം മാത്രമേ കൊടുത്തു. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഇതാണ് പറയുന്നത്, പുറകിലേക്ക് നോക്കരുത്. മുൻപുള്ളതിനെ ആഞ്ഞും ക്രിസ്തുവേശുവിൽ എന്തോ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുക. പുറകിലേക്ക് നോക്കാതെ ഓടുന്ന ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ. കാരണം നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നോക്കണം, നമ്മുടെ സ്വത്തും മുതലിൻ്റെ കാര്യം നോക്കണം, നമ്മുടെ വീടും പരിസരവും നമുക്ക് നോക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഭക്തന്മാരായുള്ള ധാരാളം ആൾക്കാർ ഈയിടെ പറയുന്നത് കേട്ടു, കോട്ടയം മുതൽ പത്തനംതിട്ട, ആലപ്പിയുടെ ഒരു ഭാഗങ്ങൾ, കൊട്ടാരക്കര, കുമ്പനാട്, ഈ പ്രദേശം മുഴുവനും ഇഷ്ടം പോലെ 2-3 നിലയുള്ള വളരെ മനോഹരമായ കെട്ടിടം വയ്ക്കാൻ കിടക്കും. 4-5 കോടി രൂപ വീതം മുടക്കിയത് 1 കോടി വരെ കിട്ടും. പണമുണ്ടെങ്കിൽ കിട്ടും. അവിടെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരും അമ്മച്ചിമാരും മാത്രമേ ഉള്ളൂ. മക്കളും കൊച്ചുമക്കളും ഒക്കെ അമേരിക്കയിലായിരിക്കും മിക്കവാറും എല്ലാവരും സെറ്റിൽഡ്. മറ്റുള്ള നാട്ടിലാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. ഉണ്ടാക്കിയ മുതൽ അവിടെ കിടക്കുന്നത്. അതാണ് വെള്ളപ്പൊക്കം വന്ന സമയത്ത് വീടിനകത്ത് ഫ്രണ്ടിൽ ലോക്ക് ചെയ്താൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ബോട്ട് വന്നിട്ട് ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല. കാരണം മതിലിന് ചുറ്റും കമ്പി വളയങ്ങളിട്ട് ഗേറ്റ് പൂട്ടി അവിടെ കിടന്ന് ഒത്തിരി മരിച്ചു. പിന്നെ ചില സേനകൾ തല്ലിപ്പൊളിച്ചവരെ കൊണ്ടുപോയി അടുത്ത ടൗണിലെ ആസ്പത്രിയിൽ കൊണ്ടുപോയി. പുറകിലേക്ക് നോക്കാൻ, ദൈവത്തെക്കാൾ കൂടുതൽ പുറകിലേക്ക് നോക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. നമുക്ക് തന്നിരിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, ഈ പ്രദേശത്ത് നിൽക്കരുത്, പുറകോട്ട് നോക്കരുത്. നിനക്ക് ഭവിക്കുവാൻ പർവ്വതത്തിലേക്ക് നാശം സംഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയുടെ കൂടാരത്തിൽ ആര് കയറും? വെടിപ്പുള്ള കയ്യിൽ നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതിരിക്കുന്നവൻ. ദൈവത്തിൻ്റെ കൂടാരത്തിൽ പ്രവേശിക്കണമെങ്കിൽ, ഈ പ്രദേശത്തു നിന്ന് അങ്ങോട്ട് രൂപാന്തരപ്പെട്ട് പോകണമെങ്കിൽ നമ്മൾ പുറകിലേക്ക് നോക്കിയാൽ പോയില്ല. പഴയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നേടാനുള്ള സമയം ഇതാണ്. വചനം പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വിഷമമാണ്. അപ്പോൾ ഉടനെ അടുത്ത കൗണ്ടർ ചോദിക്കും, സ്വർഗരാജ്യത്തിൽ ധനവാന്മാരില്ലായിരുന്നു? അരിമത്തക്കാരനായ യോസഫ് ധനവാനും മന്ത്രിയുമായി. നമുക്ക് എത്രമാത്രം ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് കർത്താവിനെ ചിന്തിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ സാധിക്കും. സോദോം ഗൊമോറ കംപ്ലീറ്റ് കത്തിച്ചു കളഞ്ഞു. ഇനി അടുത്ത കത്തിക്കൽ വരുന്നത് നമ്മുടെ നാട്ടിലാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, 2 പത്രോസിൽ, ഭൂമിയും അതിലുള്ളതായ സകലവും കത്തിച്ച് കളയും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു പോകും. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മനോഹരമായ ഹർമ്മ്യങ്ങൾ, വീടുകൾ, ബംഗ്ലാവുകൾ ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെട്ടു പോകാം. നമുക്ക് ദൈവികമായുള്ള ചിന്തയിൽ കർത്താവിന് വേണ്ടി വരുവാനും പ്രവർത്തിപ്പാനും നമുക്ക് സമയം കിട്ടുന്നില്ല. നമുക്ക് ഉണ്ണുക, ഉറങ്ങുക, ആനന്ദിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മെ വിട്ടുപോകും. പാട്ടുകാരൻ പറഞ്ഞു, മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മണ്ണോട് മണ്ണായി അമർന്നു പോകും. ഇന്നലെ ഒരാളെന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഒരു വലിയ പാസ്റ്റർ നമ്മുടെ ചൗക്കോട്ടയുടെ അടുത്ത് വന്ന് മരിച്ചു കൊണ്ടടക്കിയെന്ന്. ഞാനും പ്ലസനും പോയി നോക്കാൻ പോയി. ശരിയാണോ ഇല്ലയോ എന്നറിയാം.
പോയപ്പം ശരിയാ, അവിടെ നമ്മുടെ അതിൻ്റെ തൊട്ട് പുറകിലെ അവിടെ അടക്കിയിട്ടുണ്ട്, കുഴികുത്തി അതിനകത്ത് അടക്കിയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, വലിയ തോതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ, ഏത് മനുഷ്യനാണെങ്കിലും ഒരു ശ്വാസം അത്ര ഏറെയായാലുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് രോഗക്കിടയ്ക്കൽ നമ്മൾ പലപ്പോഴും പറയും, പലരും പറയാറുണ്ട്, ഞാൻ അവസാനം അങ്ങ് റെഡി ആയിക്കോളാം, മാനസാന്തരപ്പെട്ടോളാം, ഞാൻ എല്ലാം തീരുമാനം എടുക്കാം. ക്രാഷായിട്ടുള്ള ആക്സിഡൻറ്റ് വന്നാൽ എനിക്ക് നിങ്ങൾക്കും മാനസാന്തരപ്പെടാൻ സമയം കിട്ടില്ല. നിലമിഞ്ഞതൊക്കെ ദിവസവും പിള്ളേരൊക്കെ പോയി ചാകുന്നത് കാണാം, വെള്ളത്തിൽ ചാടി കുളിക്കാൻ ഇറങ്ങും. നമ്മളൊക്കെ കുളിക്കാൻ ഇറങ്ങാറുണ്ട്, എപ്പോഴാണ് മുങ്ങിച്ചാകുന്നത് നമുക്കറിഞ്ഞൂടാ. നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യാറുണ്ട്, എപ്പോഴും ആക്സിഡൻറ്റ് നമ്മൾ മരിക്കുന്നത് അറിഞ്ഞുകൂടാ. നമ്മൾ കിടന്നുറങ്ങാറുണ്ട്, ഉറക്കത്തിൽ നമ്മൾ ഉണരാറുണ്ടോ ഇല്ല നമ്മൂടെ. പുറകിലേക്ക് നോക്കരുത്, ഈ പ്രദേശത്തൊക്കെ നിൽക്കരുത്. നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടി. ക്രിസ്തു തൻ്റെ സഭയെ പർവ്വതത്തിന്മേൽ, അതാണ് യെശയ്യാ പറയുന്നു, പർവ്വതങ്ങളുടെ മേൽ അവൻ തൻ്റെ സഭയെ സ്ഥാപിക്കും. യെരുശലേം ദേവാലയം 7 പട്ടണങ്ങളിൽ ഇതായിട്ട് ഉയരങ്ങളിലാണ്, കുന്നുംപുറത്താണ് അന്നത്തെ പട്ടണം. അവിടാണ് പറഞ്ഞത്, പത്രോസ് നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. അന്ന് യെരുശലേമിൽ യഹൂദന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാക്യം, യെരുശലേമിലാണ് അവരെല്ലാം കാത്തിരുന്നത്. AD 33 കർത്താവ് തൻ്റെ സഭയെ സ്ഥാപിക്കുന്നത് യെരുശലേമിൽ സ്ഥാപിക്കുമ്പോൾ, എൻ്റെ സഭയെ ഞാൻ സ്ഥാപിക്കും, അതിലേക്ക് നീ കയറിപ്പോരുവാനുള്ളതായ സമയമാണ്. നമുക്ക് എത്രമാത്രം കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ, ലോകപ്രകാരം പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ, നമുക്കെല്ലാം നോക്കേണ്ട ആവശ്യമുണ്ട്. അതിനാണ് കർത്താവ് പറഞ്ഞ, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ, അപ്പോൾ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്നുള്ള വാക്യം വെച്ചിട്ട്, അതുകൊണ്ട് പഠിക്കരുതെന്ന്, ജോലിക്ക് പോകരുതെന്നോ, സമ്പാദിക്കരുതെന്നോ, വീട് വേണ്ടെന്നോ ഒന്നും അല്ലാത്തതല്ല. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാത്തോടുകൂടെ സഹകരിച്ചു. അവൻ്റെ രാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. നീതിയും സമാധാനവും ദൈവത്തിൻ്റെ സന്നിധി വേണമെങ്കിൽ, ഇല്ല എങ്കിൽ ലോത്തിൻ്റെ ഭാര്യ പോയതുപോലെ നമ്മളും പോകാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ട വചനം ശ്രദ്ധയോടെ കരുതി കൊടുക്കുക. ശ്രദ്ധയോടെ കരുതിയാൽ ഒഴുകിപ്പോകാൻ സാധ്യതയില്ല. ഇല്ല എങ്കിൽ നമ്മളും ലോത്തിൻ്റെ ഭാര്യ പോലെ പോയതാണ്. ലോത്തിനെ സംബന്ധിച്ച് മീതി ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, പത്രോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വലഞ്ഞു പോയ നീതിമാനായിരുന്നു. ലോകത്തിന് വലിയ ആവലാതിയായിരുന്നു. കാരണം നമുക്കറിയാം, ലോകത്ത് 2 പെൺപിള്ളേരെയും ഒരു ഭാര്യയും കൊണ്ട് യാത്ര പോകുമ്പോൾ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നാണ് പോകുന്നത്. പച്ചയ്ക്ക് മനുഷ്യന്മാരെ തിന്നുന്ന ആൾക്കാരുടെ ഇടയിലാണ് പോയത്. ലോകത്തിന് ആവലാതിയുണ്ട്, ലോകത്തിന് പ്രശ്നമുണ്ട്. വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്, വലഞ്ഞുപോയ നീതിമാനോത്ത്. ലോത്ത് ജീവിക്കുന്ന സമയത്ത് വളരെ പ്രയാസത്തോടെയാണ് ജീവിച്ചത്. മാനസിക ടെൻഷൻ ലോത്തിനുണ്ട്. കാരണം പെൺകുട്ടികളെ കൊണ്ടൊക്കെ ജീവിക്കുന്നവരാ. കാരണം ഇവനെ പ്രമാണിയാക്കിയത് ആരടാ? ഇവിടെ വന്ന് ഇവൻ എന്താ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. സ്വന്തം ദേശത്ത് വേറെ ദേശത്ത് നിന്ന് ഇവിടെ വന്ന് താമസിച്ച് ഇവിടുത്തെ ധനികനായി. ഇന്ന് ഇവിടുത്തുകാർ നമ്മളോട് ചോദിക്കുന്ന, വന്നപ്പോൾ അങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയാണ്? ദൈവം തന്നെ ഭക്തന്മാരെ ദൈവത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ അർപ്പിച്ചു, ദൈവത്തിന് വേണ്ടി വിശ്വസ്തമായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിനെ അനുഗ്രഹിക്കാതിരിക്കാൻ സാധ്യമല്ല. യാക്കോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുന്നത്, നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇവിടെ നിന്ന് മാറിയില്ല. യാക്കോബ് തീരുമാനമെടുത്തു,
നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇവിടുന്ന് പോയില്ല. ദൈവദൂതന് വഴിയില്ലാതെ വന്നപ്പോൾ അവനെ അനുഗ്രഹിച്ചു. മലാഖിയുടെ പുസ്തകത്തിൽ പറയുന്നു, നീ ദൈവം നിന്നെ സ്വർഗത്തിൻ്റെ കവാടം തുറന്ന് നീ അനുഗ്രഹിക്കും. പക്ഷെ ദൈവത്തെ മറന്നിട്ടല്ല. ദൈവത്തെ ഓർക്കാതെ ജീവിക്കുവാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നില്ല എങ്കിൽ, ഈ ഭൂമിയിൽ വിശ്വസ്തരായിട്ട് നമ്മൾ നിലനിൽക്കുന്നില്ല എങ്കിൽ, ലോത്തിൻ്റെ ഭാര്യ ഓർത്തു. ലോത്തിൻ്റെ ഭാര്യ വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ ദൈവഭക്തനായ ലോത്ത്, കാരണം വലഞ്ഞുപോയ ലോത്താണെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചു, ദൈവിക സമാനമായിട്ട് നന്നായിട്ട് ജീവിച്ചു. പക്ഷെ ലാസ്റ്റ് മൂമെൻറ്റിൽ അവസാന സമയത്ത് വലിയ പാപം ചെയ്തതായിട്ട് നമുക്ക് തോന്നില്ല. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഓ ലോകത്തിൻ്റെ ഭാര്യ ഒന്ന് തിരിഞ്ഞു നോക്കിയതിലുള്ളൂ, എന്ത് പാപം അത്? അവിടെ ചെയ്യേണ്ട രീതിയിൽ ആദരിക്കേണ്ടവരെല്ലാം ആദരിച്ചു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ദൈവികമായുള്ള മാർഗത്തിൽ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കിയതാണോ ഒരു പാപം? അനന്യാസിൻ്റെ സഫീറയുടെ കാര്യം വരുമ്പോൾ ഇത് തന്നെയാണ്. അതാണോ ഒരു ചെറിയ പാപം? ഒരു ചെറിയ നുണ പറഞ്ഞതല്ലേ ഉള്ളൂ. വിൽക്കുന്നതിന് മുമ്പും വിറ്റതിന് ശേഷവും അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്ര മാത്രം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ 10 കൽപ്പന പറഞ്ഞിരിക്കുന്നു. അതിന് ഒരു കൽപ്പന തെറ്റിയാൽ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഓ ഒരു കൽപ്പനയോ ശരിയെത്തി എന്താ? നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ 100%, അതാണ് അപ്പോസ്തലനായ പൗലോസ് 100% നമ്മളെ നീതിമാന്മാരാക്കുവാൻ കൊണ്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം കർത്താവിൻ്റെ സന്നിധിയിൽ പരിപൂർണമായിട്ട് അർപ്പിക്കുമ്പോൾ അവൻ്റെ രക്തത്തിലുള്ളതായ വിശ്വാസം നമ്മളിൽ 100% ഉണ്ട്. അത് രക്ഷയ്ക്കുള്ളതായ സിദ്ധാന്തം. അത് നമ്മൾ അനുസരിക്കുമ്പോൾ, നമ്മളെ സ്നാനപ്പെട്ട് പാപമോചനം പ്രാപിച്ച വ്യക്തി യേശുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുമ്പോൾ അവനെ വിശുദ്ധനായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ സങ്കീർത്തനത്തിൽ ധാരാളം പ്രാവശ്യം വിശുദ്ധന്മാരുടെ സഭ, വിശുദ്ധന്മാരെ സംബന്ധിച്ച് അവിടെ പറയുന്നു. നമ്മളെ ദൈവം വിശുദ്ധനാക്കിയാൽ നമ്മുടെ ദൈവത്തിൻ്റെ മക്കളാണ്. കാൺമീന്ന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് തൻ്റെ സ്നേഹം, എത്ര വലിയ സ്നേഹം നമുക്ക് ചൊരിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിലെ നമ്മളെ ദൈവം നീതിമാന്മാരാക്കി തീർത്തിരിക്കുന്നത് ദൈവത്തിന് വിളിക്കാൻ. വല്ലപ്പോഴും ഒഴുകി പോകേണ്ടതിനല്ല, വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ട വചനം ശ്രദ്ധയോടെ കരുതിക്കൊള്ളു. ഹുമിനിയോസും അലക്സാണ്ടറും ദൈവവചനം കേട്ടവരായിരുന്നു, അനുസരിച്ചവരായിരുന്നു. പഴയ നിയമത്തിൽ പല പുരോഹിതന്മാരും ഉണ്ടായിരുന്നു, അനുസരിച്ചു. തക്ക സമയം വന്നപ്പോൾ അവർ നട്ടുപോയി. മോശ ജനങ്ങളെ മുഴുവനും നടത്തി മലയുടെ മുകളിൽ കയറിക്കിട്ട് പറഞ്ഞു, മോശ നോക്കിയോ, ഇതൊക്കെ ഞാൻ കാണിപ്പാണ്ടിരിക്കുന്ന ദേശം അതാണ്. ആ ദേശത്ത് മോശയ്ക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ആ ലക്ഷ്യത്തിലെത്തുവാൻ സാധിച്ചില്ല. അതിനപ്പുറവും ഇപ്പുറമുള്ള ചരിത്രങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്നു. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഈ പ്രദേശത്ത് നിൽക്കരുത്, പാപത്തിൻ്റെ പ്രദേശത്ത് നമ്മൾ നിൽക്കരുത്. പാപമുള്ള ലോകത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധന്മാരാകണം. നാം മനസ്സിലാക്കുക, മീനെ വെള്ളത്തിനകത്ത് കിടക്കുമ്പോൾ മീൻ കറക്റ്റാണ്. മീൻ പുറത്ത് വന്നാൽ എന്താണ്? ചത്തതാണ്. ദൈവമക്കൾ ദൈവത്തിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം ഉള്ളവരായിട്ട് ചേർന്ന് ജീവിച്ചാൽ, അതുകൊണ്ടാണ് ദേശത്ത് പാർത്ത് വിശ്വസ്തയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളായിട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുക. ഈ പ്രദേശത്തെങ്കിൽ നിൽക്കരുത്. നിനക്ക് നാശം സംഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടി. കാരണം നോഹയുടെ കാലത്തും ജനങ്ങൾ ഓടി പെട്ടകത്തിലേക്ക് ഓടിച്ചത്. നാശം സംഭവിക്കാതിരിക്കണമെങ്കിൽ നോഹയുടെ കാലത്ത് ജനങ്ങളോട് പറഞ്ഞു, അവർ പെട്ടകത്തിൽ കയറിക്കും. പുതിയ നിയമത്തിൽ പറയുന്ന കർത്താവിൻ്റെ സഭയിലേക്ക് കയറിക്കും. ലോത്തിനോട് പറയുന്നു,
ഓടിച്ചെന്ന പർവ്വതത്തിലേക്ക് പോയിക്കോ, എനിക്ക് അധികം ഓടാൻ പറ്റില്ല, ഞാൻ വയസ്സനാണ്, ബുദ്ധിമുട്ടുള്ളവനാണ്, വയോധികനാണ്, അടുത്തുള്ള പട്ടണത്തിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അടുത്തുള്ള പട്ടണം നശിപ്പിച്ചില്ല. സോദോം ഗോമോറ നശിപ്പിച്ചു, സോവാർ നശിപ്പിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മളെ അവസ്ഥ നാം മനസ്സിലാക്കുക. ലോത്തിൻ്റെ ഭാര്യയെ പോലെ നമ്മൾ നോക്കിയാൽ, ലോത്തിൻ്റെ ഭാര്യ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെ എല്ലാവർക്കും, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്താൽ അവൾ നേടിയത് മുഴുവനും, ജീവിതത്തിൽ നേടിയത് മുഴുവനും നഷ്ടമായിപ്പോയി. ഞങ്ങൾ സോദോം ഗോമോറ ആ ലോത്തിൻ്റെ പ്രദേശങ്ങളൊക്കെ പോയി കണ്ടപ്പോൾ ഐസ് തൂണ് പോലെ, ഉപ്പ് തൂണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉപ്പ് തൂണാന്നറിയില്ല, ചുമ്മാ ഐസ് ഇങ്ങനെ പില്ലർ പോലെ നിൽക്കുന്നത് മാത്രം കാണാം. ബാക്കി മുഴുവനും വെള്ളമാണ്. ആ വെള്ളത്തിൽ നമ്മൾ കുളിക്കാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ പൊങ്ങിക്കിടക്കല്ല, വെള്ളത്തിൽ താഴില്ല. സാധാരണ വെള്ളത്തിൽ ഇറങ്ങിയാൽ നമ്മൾ താന്നു പോകും. ചെങ്കടലിൽ ഇറങ്ങിയാൽ താന്നു പോവില്ല, പൊങ്ങിക്കിടക്കും. വാഴപ്പിണ്ടി വെട്ടിയിട്ടിരിക്കുന്നവരാണ്. ആ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തു കൊടുക്കുക. ഈ പ്രദേശത്തേക്ക് നിൽക്കരുത്. തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് നമ്മൾ കേട്ട വചനം അനുസരിച്ച് ജീവിച്ചാൽ നിത്യതയിൽ നമുക്ക് കർത്താവിൻ്റെ കൂടെ പോകാം. ഈ ഭൂമിയിൽ നിന്നൊക്കെ നമ്മൾ മാറ്റപ്പെടും. പലപ്പോഴും ഞാൻ നിങ്ങളൊക്കെ പറയാറുണ്ട്, വയസ്സി എന്ന അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ ഒക്കെ ചാകുന്നു. വയസ്സി എന്നവരൊന്നും അല്ല ചാകുന്നത്. കുഞ്ഞുങ്ങൾ, ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കണ്ടു, കൊച്ചു പിള്ളേരൊക്കെ 3 പിള്ളേർ കുളിക്കാൻ പോയപ്പം പോയി. അതേപോലെ തന്നെ പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് വേറെ മന്ത്രി വീണ ജോർജ് അടക്കം പോയി നിന്ന് കരയുന്നുണ്ട്. അപകടം വന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷയ്ക്ക് അപ്രതീക്ഷിതമായതിന് ഏത് സമയത്തും ആപത്തോ അനർത്ഥമോ മരണമോ നമുക്ക് സംഭവിക്കാം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് കർത്താവിന് വേണ്ടി വിശ്വസ്തമായിട്ട് ജീവിച്ചാൽ ഈ പ്രദേശത്തെങ്കിലും നിൽക്കാതെ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോവുക. നമുക്ക് കർത്താവ് നമുക്ക് ജീവൻ തരുവാണ്. ആ ജീവരക്ഷയ്ക്കായിട്ട് നാം ഓടിപ്പോയാൽ ആ നിത്യതയിൽ പ്രവേശിക്കാം. കർത്താവിനോടുകൂടെ നമ്മുടെ ജീവിതകാലം നമുക്ക് ചെലവഴിക്കാൻ സാധിക്കും. പൗലോസ് പറയുന്നു, നിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ വേറെ ഒന്നുമില്ല എന്ന് പൗലോസ് ഇന്ന് വായിച്ച 20-ാം അധ്യായത്തിൽ പറയുന്നു. അതുകൊണ്ട് നാം ചിന്തിക്കുക, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊണ്ട് നാം ജീവിക്കുക. ആ നാശം എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ ഭവനത്തിനോ ആർക്കും സംഭവിക്കാതിരിക്കാൻ വലിയവനായി നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഈ വചനങ്ങൾ ദൈവമേ